ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയുടെയും അതുപോലെ പൂജയുടെയും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സുമിത്രയ്ക്കും പൂജയ്ക്കും എന്നേക്കുമായി അകന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തും തൻ്റെ മകളെ ചേർത്ത് പിടിക്കാൻ സുമിത്ര വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട്. പൂജയെ ഫോൺ വിളിച്ച് പൂജയോട് തൻ്റെ അവസ്ഥകളെ പറ്റി പറയുവാണ്. അമ്മയുടെ ഈ ഒരു അവസ്ഥ മോൾക്ക് അറിയാവുന്നതല്ലേ, അമ്മയെയും മകനെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സുമിത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണെങ്കിലും നമ്മുടെ പൂജയാണെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിൽ നമ്മുടെ പൂജ ഇരിക്കുവാണ്. എന്തായാലും പൂജയുടെ ജീവിതത്തിൽ പൂജ തിരിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം ഭയാനകമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യങ്ങളിലാണ് നമ്മുടെ സുമിത്രയുമായിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം അത് ഒരുമിച്ച് വേണമെന്നുള്ള ആഗ്രഹവുമായിട്ട് നമ്മുടെ സിദ്ധു ഇങ്ങനെ പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ഇനിയും മനസ്സിൽ ഒളിപ്പിച്ചിട്ട് കാര്യമില്ലെന്നും അത് സുമിത്രയുമായി കണ്ട് സംസാരിച്ച് സുമിത്രയുമായി പറഞ്ഞാൽ മാത്രമേ തനിക്ക് തന്റെ സുമിത്രയെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ സിദ്ധു ഇങ്ങനെ സുമിത്രയെ കാണാൻ തീരുമാനിച്ചു. അപ്പൊ പൂജയുമായിട്ട് ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ വരുന്നു. ആകെ ആലോചനയും കാര്യങ്ങളും ഒക്കെയാണ്. വിഷമമുണ്ട് ശരിക്കും. പൂജ തൻ്റെ കൈവിട്ട് പോവുകയാണോ, പൂജ മോൾക്ക് തന്നോട് വെറുപ്പാകുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് മുഴുവൻ. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സുമിത്രയുടെ അരികിലേക്കാണ് സിദ്ധു ചെല്ലുന്നത്. അപ്പൊ സുമിത്രയോട് ചോദിച്ചു, എന്തു പറ്റി സുമിത്ര എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? സുമിത്രയുടെ മുഖത്ത് എന്താ ആകെ ഒരു വിഷമം, എന്തെങ്കിലും സങ്കടമുണ്ടോ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ചോദിക്കുമ്പോൾ സുമിത്ര ഒന്നും അതിന് പറയുന്നില്ല. സുമിത്രയ്ക്ക് അങ്ങനെ സിദ്ധുവിനോട് വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെ ആ ഒരു വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുന്നു. എന്തായാലും സുമിത്ര ഈ ഒരു സമയത്ത് സിദ്ധുവിന്റെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാത്ത രീതിയിൽ നിൽക്കുമ്പോൾ സുമിത്ര, ഞാൻ ഇനി ഒരുപാട് തൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നില്ല, അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അത് ഞാൻ തന്നോട് നേരിട്ട് ചോദിക്കുകയാണ്. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ, ഒന്നായി ജീവിച്ചൂടെ എന്ന് സിദ്ധു സുമിത്രയോട് ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ ഭാവം ഒന്ന് മാറി. അതുവരെ സൗമ്യതയോടുകൂടി നിന്നിരുന്ന നമ്മുടെ സുമിത്ര ഒരു ഭയങ്കര ഭയാനകമായ രീതിയിൽ സിദ്ധുവിനെ ഇങ്ങനെ നോക്കുക. അങ്ങനെ സുമിത്രയ്ക്കൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച സിദ്ധുവിന് സുമിത്ര കൊടുത്ത മറുപടി എന്ന് പറയുന്നത് കാർക്കിച്ച് തുപ്പിയില്ലെന്നേ ഉള്ളൂ. കാരണം തൻ്റെ ജീവിതത്തിൽ താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന തൻ്റെ രോഹിത്തിനെ മറന്നുകൊണ്ട് ഇനിയും സിദ്ധു എന്ന് പറയുന്ന ഒരു വഞ്ചകന്റെ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവന്റെ കൂടെ ജീവിതം മുന്നോട്ട് നയിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര സിദ്ധുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. തനിക്ക് നാണമില്ലേ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ സുമിത്ര ഇങ്ങനെ ചോദിക്കാം. സുമിത്രയുടെ മുന്നിൽ ചൂളി വിളറി വെളുത്ത് നമ്മുടെ സിദ്ധു ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്നുണ്ട് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. എന്തായാലും സിദ്ധുവിന് സുമിത്രയുടെ വായിൽ നിന്ന് നല്ലതുപോലെ കിട്ടി. വയറ് നിറഞ്ഞു, സംതൃപ്തി അടഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അപ്പു ആണെന്നുണ്ടെങ്കിൽ പൂജയെ കാണാനായിട്ട് അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പൂജയെ അപ്പു കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുവിനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത് പങ്കജ്. അങ്ങനെ നീയും നിന്റെ അച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് അവളെ ചതിച്ചില്ലേടാ, അത് ചെയ്തില്ലേടാ, ഇത് ചെയ്തില്ലേടാ എന്നൊക്കെയുള്ള ആ ഒരു ഇതില്. അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം അപ്പുവിനെ അവിടെ നിന്ന് പങ്കജ് ആട്ടി ഇറക്കുന്നതിന് തുല്യമായിട്ട് സംസാരിച്ചു. ഇറങ്ങി പോകാൻ തുടങ്ങുന്ന അപ്പുവിനെ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മുടെ പൂജ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പൂജ ഇറങ്ങി വന്നപ്പോഴേക്കും പങ്കജിന്റെ ഉള്ളൊന്ന് കാളി. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ ഇവനിലൂടെ മനസ്സിൽ ഇവനുണ്ടോ, ആകെ പ്രശ്നമായോ, അങ്ങനൊക്കെയുള്ള ഒരു ടെൻഷൻ. എന്നിട്ട് ഇങ്ങനെ ആകെ വെപ്രാളം കയറി പങ്കജ് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പൂജ, നീ ഇതെങ്ങോട്ടാ, നീ എന്തിനാ അപ്പുവിനെ കാണാൻ വന്നതെന്ന് ചോദിച്ചു. എനിക്ക് അപ്പുവിനായിട്ട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, നിന്നോടും നിന്റെ അമ്മയോടൊക്കെ ഇത്രയും വലിയ ക്രൂരത കാണിച്ച് ഇവരോട് നീ ഇനിയും എന്ത് സംസാരിക്കാനാ, ഇവരോട് നീ സംസാരിച്ചാൽ നിന്റെ വില കെട്ടു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അപ്പുവിനോട് സംസാരിക്കണം എന്ന് തന്നെ നമ്മുടെ പൂജ പറയണം. എന്നിട്ട് പൂജ നേരെ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ച് ചെയ്തോളാൻ പറഞ്ഞ് പങ്കജ് മാറിപ്പോണു. എന്നിട്ട് പങ്കജ് അകത്ത് പോയി ഒളിച്ചു നിന്ന് കേൾക്കും ഇവർ തമ്മിൽ എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട്. കൈവിട്ട് പോയില്ലേ, എല്ലാം പോയില്ലേ. അങ്ങനെ അപ്പുവായിട്ട് സംസാരിക്കും കേട്ടോ. അപ്പൊ അപ്പുവായിട്ട് സംസാരിക്കുന്ന സമയത്ത് അപ്പു ആണെന്നുണ്ടെങ്കിൽ പൂജയോടുള്ള ഇഷ്ടവും അതുപോലെ അപ്പുവിന്റെ നിരപരാധിത്വവും ഇതൊക്കെ ഇങ്ങനെ പറയണം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പുവേട്ടൻ മതി, നിർത്താൻ പറഞ്ഞു. അപ്പുവേട്ടന് മാത്രമായിരുന്നില്ല, എനിക്കും അപ്പുവേട്ടനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പുവേട്ടൻ പറഞ്ഞില്ലെങ്കിൽ പോലും അപ്പുവേട്ടന്റെ ഉള്ളിൽ എനിക്ക് അറിയാമായിരുന്നു. അപ്പുവേട്ടൻ തന്ന ഗിഫ്റ്റുകളല്ല, തരാതിരുന്ന ഗിഫ്റ്റുകളും ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയൊരു വലിയ ചതിയായി പോയി, അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പൂജയ്ക്ക് ഇങ്ങനെ അപ്പുവിന് ഇഷ്ടമായിരുന്നു എന്നുള്ള കഥ അപ്പു വിശ്വസിച്ചു. അപ്പു അറിഞ്ഞു. പെട്ടെന്ന് പൂജയുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച്, ഇത് മതി, ഇത്രയും മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ പൂജ എന്നിട്ടും വല്ലാണ്ടായി. ആ കൈ അങ്ങ് പിടിച്ചിട്ട്, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, പക്ഷെ ഇപ്പം അതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ അമ്മയെയും എന്നെയും വഞ്ചിച്ച നിങ്ങളെ ആരെയും വിശ്വസിക്കാനോ സ്നേഹിക്കാനോ ഞാൻ തയ്യാറാവില്ല.
എൻ്റെ ജീവിതത്തിലേക്ക് അപ്പുവേട്ടൻ ഇനി വലിഞ്ഞു കയറി വരാനായിട്ട് ശ്രമിക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പൂജ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും അപ്പുവേട്ടൻ എന്തു തന്നെ പറഞ്ഞാലും അതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല, ഇനി അപ്പുവേട്ടൻ എന്നെ കാണാൻ ഇവിടെ വരരുത്, എന്നെ അന്വേഷിക്കരുതെന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് പൂജ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പു ആണെങ്കിൽ മനസ്സ് തകർന്ന് അങ്ങനെ നിൽക്കുക. അങ്ങനെ അപ്പു തകർന്ന് നിൽക്കുന്ന സമയം പങ്കജ് ഇറങ്ങി വരുന്നു. പൂജ കയറിപ്പോയി ഇവനെ പൂജ വലിച്ചെറിഞ്ഞു എന്നുള്ളത് പങ്കജിന് മനസ്സിലായി. പങ്കജാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു. അവള് നിന്നെ ഇറക്കി വിട്ടില്ലേടാ, ഇനി എന്നെ കാണാൻ നിൽക്കുവോടാ, പോടാ എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് തന്നെ അപ്പുവിനെ അവിടുന്ന് ഇറക്കി വിടുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവരുടെ വീട്ടിൽ നടക്കുക. ഇതേ സമയത്ത് സുമിത്രയുടെ വീട്ടിൽ സുമിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് മാനസികമായി തകർന്നു നിൽക്കുന്ന നമ്മുടെ സിദ്ധു ഇങ്ങനൊരു സ്ഥലത്ത് പോയിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധ് അങ്ങോട്ടേക്ക് വന്നു. അനിരുദ്ധ് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അനിരുദ്ധിന്റെ ഫോണിലേക്ക് പെട്ടെന്നൊരു കോള് വരും. അപ്പോൾ അത് പ്രതീഷിനെ സംബന്ധിച്ച കോളായിരുന്നു. അങ്ങനെ പ്രതീഷിന്റെ കോളാണെന്ന് അറിഞ്ഞതോടുകൂടി വേഗം തന്നെ കോൾ എടുത്തിട്ട് ഹലോ എടാ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. പിന്നെ ജയിലിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടനും അനുജനും കൂടി പറയുന്നു. നീ വിഷമിക്കല്ലേ, എല്ലാ കാര്യങ്ങളും റെഡിയാ. അപ്പം അമ്മയെ കണ്ട കാര്യങ്ങളൊക്കെ ഏട്ടൻ അനുജനോട് പറയുക. അതൊക്കെ കേട്ടപ്പോൾ അനിയന് ഒത്തിരി സന്തോഷമായി. അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും എല്ലാവരെയും കാണാനുള്ള ആ ഒരു ആഗ്രഹം. അപ്പം അനിരുദ്ധ് പറഞ്ഞു, നീ വിഷമിക്കല്ലേ, എല്ലാം ശരിയാകും, ഇനി ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ലല്ലോ, എന്തായാലും ശിക്ഷയിൽ ഇളവ് കിട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സിദ്ധു അതുവഴി ഈ സംസാരം കേട്ട് യാദൃശികമായിട്ട് നടന്നു വന്നതാ. അപ്പൊ സുമിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് മനസ്സ് വിഷമിച്ച് ആകെ സങ്കടപ്പെട്ട് വന്ന സമയത്താണ് അനിരുദ്ധിന്റെ ഈ ഒരു സംസാരം കേൾക്കാൻ ഇടയാകുന്നത്. വേഗം തന്നെ അങ്ങോട്ട് കയറി വന്നു. ഇത് ഇവരുടെ സംസാരം കേൾക്കുന്നു. അപ്പൊ അച്ഛൻ വന്നതോ പുറകിലും നിൽക്കുന്നതോ ഇത് കേൾക്കുന്നതൊന്നും നമ്മുടെ അനിരുദ്ധ് കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. അനിരുദ്ധ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വാതോരാതെ അനുജനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ ഇനിയും നിനക്ക് ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഏട്ടൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അച്ഛനെ. അപ്പൊ നമ്മുടെ സിദ്ധു ഇങ്ങനെ ആകാംക്ഷാഭരിതനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവർ തമ്മിൽ എന്താ സംസാരിച്ചത്, ഇവർക്ക് തമ്മിൽ എന്താ ഇത്ര പറയാനുള്ളത്, ആരോടാ സംസാരിച്ചത്, ആരുടെ ജയിലിലെ കാര്യം സംസാരിച്ചത്, ഇതൊക്കെ സിദ്ധുവിന് അറിയണം. അപ്പൊ സിദ്ധുവെ വന്നപ്പോഴത്തേക്ക് അനിരുദ്ധ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മോനെ അനിരുദ്ധ്, നീ ആരെയും വിളിച്ചത്, നീ ആരുടെ ജയിൽവാസത്തിന്റെ കാര്യമോ ഏതാണ്ട് ശിക്ഷയുടെ ഇളവിന്റെ കാര്യമൊക്കെ പറഞ്ഞത്, ആരോടാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഫ്രണ്ടോ? നിന്റെ ഏത് ഫ്രണ്ടാ ജയിലിലുള്ളത്? അങ്ങനെ ഒരു ഫ്രണ്ട് നിനക്കുള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിവില്ലല്ലോ, ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിദ്ധു ഇങ്ങനെ കിഴിഞ്ഞ് ചോദിക്കുക. പക്ഷെ അതൊന്നും കേട്ടിട്ട് പറയാനായിട്ടുള്ളൊരു നമ്മുടെ അനിരുദ്ധിനില്ല. കാരണം അനിരുദ്ധിന് പേടിയായി, ഇനി അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞാൽ അത് ഇതിനേക്കാളും വലിയ പ്രശ്നമാകുമോ എന്നൊക്കെയുള്ളൊരു പേടി. അങ്ങനെ സിദ്ധു ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോന്നു. അതുപോലെ സുമിത്രയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ജീവിതത്തിൽ ഓരോരോ ടാസ്കുകൾ ഇങ്ങനെ വൺ ബൈ വൺ ആയി വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പൊ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എല്ലാവർക്കും നന്ദി.